പാകിസ്ഥാന് നിക്കക്കള്ളിയില്ല. ജെയ്ഷെ പാകിസ്ഥാൻ തന്നെ തുരത്തും. ജെയ്ഷെ മുഹമ്മദിനെതിരെ നടപടി എടുക്കുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത്. സമ്മർദ്ദം താങ്ങാനാവാതെയാണ് പാകിസ്ഥാന്റെ തിടുക്കത്തിലുള്ള ഈ നടപടി. കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ പ്രധാനമന്ത്രി തെരേസ മെയ് പാകിസ്ഥാനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ നടപടി വന്നിരിക്കുന്നത്. അതേസമയം മസൂദ് അസർ മരിച്ചെന്ന അഭ്യൂഹം ഇന്ത്യ തള്ളി. മസൂദ് പാകിസ്ഥാൻ ആശുപത്രിയിൽ ഉണ്ടെന്ന വാദവുമായാണ് ഇന്ത്യ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ മസൂദ് മരിച്ചിട്ടില്ല, ജീവനോടെയുണ്ടെന്ന് പാകിസ്ഥാൻ പറയുന്നു. മസൂദ് അസർ കൊല്ലപ്പെട്ടിട്ടില്ല. ആർമി ആശുപത്രിയിൽ നിന്ന് ഭവൽപൂർ ജെയ്ഷെ ക്യാമ്പിലേക്ക് മാറ്റിയതായി ജെയ്ഷെ വക്താവ് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് മരിച്ചതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. പാകിസ്ഥാനിലെ ഒരു സൈനിക ആശുപത്രിയിലാണ് മസൂദ് അസർ എന്നും ആരോഗ്യനില തീരെ മോശമായതിനാൽ ദിവസവും ഡയാലിസിസ് നടത്തുകയാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വൃക്കകൾ തകരാറിലായതിനാൽ ഗുരുതര അവസ്ഥയിലായിരുന്നു മസൂദ് അസർ. അസറിനെ എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യെന്നും ചികിത്സയിലാണെന്നും കഴിഞ്ഞ ദിവസം തന്നെ പാക് വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു. അൽ ഖ്വയ്ദ നേതാവായിരുന്ന ഒസാമ ബിൻ ലാദനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് മസൂദ് അസർ. 1993 മുതലാണ് ബിൻ ലാദനും അസറും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഭീകര പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്നതിൽ അസർ മുന്നിട്ടിറങ്ങിയിരുന്നു. 1999 മസൂദ് അസറിനെ വീണ്ടുകിട്ടാൻ വേണ്ടിയാണ് ഭീകരർ കാണ്ഡഹാറിൽ ഇന്ത്യൻ വിമാനം റാഞ്ചിയത്. യാത്രക്കാരുടെ ജീവൻ വെച്ച് വിലപേശിയപ്പോൾ മസൂദ് അസറിനെയും ഒപ്പം 2 ഭീകരരെയും അന്നത്തെ വാജ്പേയി സർക്കാരിന് മോചിപ്പിക്കേണ്ടി വന്നു. കഴിഞ്ഞ ഫെബ്രുവരി 14 പുൽവാമയിൽ 40 CRPF ജവാന്മാർക്ക് നേരെ ചാവേർ ആക്രമണം നടത്തിയതിന് പിന്നിലും ജെയ്ഷെ മുഹമ്മദാണ്. പത്താൻകോട്ട് ആക്രമണത്തിന് പിന്നിലും അസർ ആണെന്ന് കാണിച്ച് ഇന്ത്യയുടെ ദേശീയ ഏജൻസി അദ്ദേഹത്തിന് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചൈന ഇന്ത്യയുടെ ആവശ്യത്തെ എതിർക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.